Hi everyone, welcome to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. അപ്പോൾ അതിൽ മെയിൻ ടു ടൈപ്സ് ഏതൊക്കെയാണ്? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ആൻഡ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. അതിൽ ഈ വീഡിയോയിൽ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഇതേപോലെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്താണ് ആൻഡ് മെയിൻ ആയിട്ട് ഇന്റഗ്രേഷൻ ടൈപ്പ്, അതായത് ഇന്റഗ്രേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഓക്കെ, അതും കൂടി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us start. First, introduction. എന്താണ് integration എന്ന് പറയുന്നത്? Integration is the inverse process of differentiation. നമുക്കറിയാം അല്ലെ, ഡിഫറൻസിയേഷന്റെ ഇൻവേഴ്സ് പ്രോസസ് ആണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇന്റഗ്രൽസിന്റെ ബേസിക്കലി ടു ടൈപ്സ് ഏതൊക്കെയാണ്? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആൻഡ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. അപ്പോൾ ആ പേരിൽ തന്നെ ഒരു വ്യത്യാസം, അതായത് ഇൻഡെഫിനിറ്റ് ആൻഡ് ഡെഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബി ഹാവിംഗ് എനി സ്പെസിഫിക് ലിമിറ്റ്. ഓക്കെ, അതായത് രണ്ട് ലിമിറ്റ്സ് അല്ല ബേസിക്കലി ഇന്റഗ്രലിൽ, ഒരു ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. അപ്പോൾ ഈ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ ഇന്റഗ്രൽസിനെ പറയുന്നതാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഓക്കെ, ഇനി if f of x is any anti-derivative of f of x, അതായത് ക്യാപിറ്റൽ f of x എന്ന് പറയുന്നത് ആന്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ f of x, then the most general anti-derivative of f of x നെ പറയുന്നതാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. അതായത് ബേസിക്കലി ഇന്റഗ്രൽ f of x dx എന്ന് പറയുന്നത് f of x പ്ലസ് c ആണ്. ക്ലിയർ ആയോ? സോ ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? സ്മോൾ എഫ് ഓഫ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് ഡിഫൈൻ ചെയ്തു മാത്രം. ഇന്റഗ്രൽ, അതായത് ഇവിടെ ഒരു ലിമിറ്റ്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. സോ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഓക്കെ, ഈ സി എന്ന് പറയുന്നത് ഒരു അതായത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മൾ കോൺസ്റ്റൻസിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ജനറൽ നൊട്ടേഷനാണ് സി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്റഗ്രേഷൻ ആസ് ആൻ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. നമ്മൾ പറഞ്ഞു ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഡിഫറൻസിയേഷന്റെ ഇൻവേഴ്സ് പ്രോസസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിൽ വരുന്ന ബേസിക് ഇമ്പോർട്ടന്റ് ഫോർമുല കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് കുറച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്റഗ്രൽ 1 ഡി എക്സ്, അതായത് 1 എന്ന് പറയുന്നതിന് പകരം ഏതെങ്കിലും കോൺസ്റ്റൻസ് ആണെങ്കിലും അതിന്റെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ആണ്. ഈ പ്ലസ് സി എന്നുള്ളത് എല്ലാത്തിലും കോമൺ ആയിട്ട് നമ്മൾ എഴുതും. സോ ഇന്റഗ്രൽ ഡി എക്സ് എന്താണ്? എക്സ് പ്ലസ് സി. സപ്പോസ് ഇന്റഗ്രൽ ഡി വൈ ആണെങ്കിലോ വൈ പ്ലസ് സി അങ്ങനെ. നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ എ ഡി എക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1ന് പകരം ഒരു കോൺസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ ആ കോൺസ്റ്റന്റ് നമ്മൾ ജസ്റ്റ് കോമൺ ഫാക്ടർ, അതായത് എ എന്ന് എഴുതുക. കോൺസ്റ്റന്റ് എന്താണ്? ഇപ്പോൾ സപ്പോസ് 2 ആണ് 3 ആണ്, അത് എന്താണെങ്കിലും അത് ഇൻറ്റു എക്സ് പ്ലസ് സി. ഓക്കെ, നേരത്തെ 1 ആയതുകൊണ്ടാണ് എക്സ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് എ വന്നു കഴിഞ്ഞാൽ ആ എ ഇൻറ്റു എക്സ് പ്ലസ് സി ആണ് വരിക. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്താ? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി, വെയർ എൻ ഇസ് നോട്ട് ഈക്വൽ ടു -1. കാരണം എന്താ? ഇപ്പൊ ഡിനോമിനേറ്ററിൽ എൻ പ്ലസ് 1 ആണ് ഡിനോമിനേറ്ററിലുള്ളത് അല്ലെ. സോ അതിൽ എന്നിന് -1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0. സോ ഡിനോമിനേറ്റർ 0, അതൊരിക്കലും പാടില്ല. സോ എൻ മസ്റ്റ് നോട്ട് ബി, അതായത് എൻ മസ്റ്റ് നോട്ട് ബി ഈക്വൽ ടു -1. നെക്സ്റ്റ്, ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്താ? സൈൻ എക്സ് പ്ലസ് സി. ഒരെണ്ണം ഫിക്സ്ഡ് ആക്കി പഠിക്കുക. അപ്പോൾ ഈ സൈൻ ചേഞ്ചസ് ഒക്കെ നമ്മൾ അത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും ഓർമ്മ വരാൻ വേണ്ടിയിട്ട്. സോ ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്താണ്? മൈനസ് കോസ് എക്സ് ഡി എക്സ് ആണ്. ഡെറിവേറ്റീവ് സൈൻ എക്സ് നമ്മൾ കോസ് എക്സ് ആണ് പഠിച്ചത്. സോ ഇന്റഗ്രൽ അത് നേരെ ഓപ്പോസിറ്റ്, മൈനസ് സൈൻ ഉണ്ടാവും. അതേപോലെ ഡെറിവേറ്റീവില് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ് പഠിച്ചത്. പക്ഷേ ഇന്റഗ്രൽ എന്താ? ഇന്റഗ്രൽ കോസ് എക്സ് ഉണ്ട് പ്ലസ് സൈൻ എക്സ് ആണ് പ്ലസ് സി. നെക്സ്റ്റ്, ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് സി. സീക് സ്ക്വയർ എക്സിന്റെ ടാൻ എക്സ് ആണ് വരിക. നെക്സ്റ്റ് വൺ, കൊസീക് സ്ക്വയർ. ഈ സി എസ് സി ജസ്റ്റ് ഒരു നൊട്ടേഷൻ, കൊസീക് എന്നാണ് മീനിങ്. ഓക്കെ, അപ്പൊ സി എസ് സി ഉദ്ദേശിക്കുന്നത് കൊസീക് ആണ്. സോ ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കോട്ട് എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് സീക് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് എന്ന് പറയുന്നത് മൈനസ് കൊസീക് എക്സ് പ്ലസ് സി. ഓക്കെ, മൈനസ് കൊസീക് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താ? എൽ എൻ അല്ലെങ്കിൽ ലോഗ് ഓഫ് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് ഓഫ് എക്സ് പ്ലസ് സി. ദെൻ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് തന്നെയാണ് പ്ലസ് സി. ഇന്റഗ്രൽ എ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ ലോഗ് എ പ്ലസ് സി, വെയർ a greater than 0 and a not equal to 1. Okay, either a should be greater than 0 and a not equal to 1. ഇനി ഇന്റഗ്രൽ 1 by root of 1 minus x square dx എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് x ആണ്. ഇന്റഗ്രൽ 1 by root of 1 minus x square dx എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് x plus c.
ഇന്റഗ്രൽ 1/1 plus x square dx എന്ന് പറയുന്നത് tan inverse x plus c. 1/1 plus x square tan inverse x ആണ്. Integral 1 divided by mod x into root of x square minus 1 dx എന്ന് പറയുന്നത് sec inverse x plus c. ഇവിടെ ഈ മൂന്ന് ഫോർമുലയും ക്ലബ് ചെയ്തിട്ട് again സെപ്പറേറ്റ് ഒരു ഫോർമുല ഞാൻ ഇവിടെ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ 3 ഫംഗ്ഷൻ sin inverse, tan inverse, sec inverse അത് മൂന്നെണ്ണത്തിന്റെ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ബോക്സിൽ മീൻസ് ഈ ഒരു റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഫോർമുലയിൽ ഈ പറയുന്ന കോമൺ ആയിട്ട് അതായത് ഇന്റഗ്രൽ 1/√1 - x square dx വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി സൈൻ ഇൻവേഴ്സ് x plus c അല്ലെങ്കിൽ മൈനസ് കോസ് ഇൻവേഴ്സ് x plus c. അതേപോലെ ഇന്റഗ്രൽ 1/1 plus x square dx ന്റെ tan ഇൻവേഴ്സ് x plus c അല്ലെങ്കിൽ മൈനസ് കോട്ട് ഇൻവേഴ്സ് x plus c. അത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. Then 1/x into root of x square minus 1 ന്റെ ഒന്നെങ്കിൽ sec inverse x plus c എന്ന് എഴുതാം അല്ലെങ്കിൽ മൈനസ് cosec inverse x plus c. അപ്പോൾ ഈ മൂന്നെണ്ണത്തിന് പകരം ഇത് പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോൾ നമുക്ക് അതിൽ റീപ്ലേസ് ചെയ്യാനും പറ്റും സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും. അപ്പോൾ സൈൻ ചേഞ്ചസ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. Next, properties of integrals. For a constant c, integral c into f of x എന്ന് പറയുന്നത് c into f of x dx. ഇപ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻ LHSൽ dx എന്നുള്ള ടേമും കൂടി ഉണ്ട്. അപ്പോൾ ഇന്റഗ്രൽ c into f of x dx എന്ന് പറയുന്നത് എന്താ? ആ കോൺസ്റ്റന്റ് നമ്മൾ ഇന്റഗ്രലിന്റെ ഔട്ട്സൈഡ് എടുക്കുക. കാരണം ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്നില്ല അല്ലെ, ജസ്റ്റ് ബേസ്ഡ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ വേരിയബിളിനെ എഫക്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ആ കോൺസ്റ്റന്റ് ഇന്റഗ്രലിന്റെ ഔട്ട്സൈഡ് എഴുതിയിട്ട് ബാക്കി ഇന്റഗ്രൽ f of x dx അങ്ങനെ തന്നെ എഴുതാം. നെക്സ്റ്റ് ഇന്റഗ്രൽ f of x plus g of x dx വന്നാലും f of x minus g of x dx വന്നാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓരോ ടേംസിനും ഇന്റഗ്രൽ ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സോ ഇന്റഗ്രൽ f of x dx പ്ലസ് ആണെങ്കിൽ പ്ലസ് എഴുതുക LHSൽ, മൈനസ് ആണെങ്കിൽ മൈനസ് എഴുതുക. ഓക്കെ. സോ പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്, ഇന്റഗ്രൽ g of x dx. ഓരോ ഫംഗ്ഷൻസിനെയും സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. If f and g are two functions such that d by dx of integral of f of x dx is equal to d by dx of integral of g of x dx, അതായത് f ഉം g ഉം രണ്ട് ഫംഗ്ഷൻസ് ആണ്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? അതായത് d by dx of integral of f of x dx എന്ന് പറയുന്നത് d by dx of integral of g of x dx അങ്ങനെയാണെങ്കിൽ then d by dx integral f of x dx and d by dx integral g of x dx are equivalent. ക്ലിയർ ആയല്ലോ? സപ്പോസ് ഈ ഒരു ഇക്വാലിറ്റി ഇവർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ രണ്ട് LHSും RHSും എന്തായിരിക്കും? ശരിക്കും ഈക്വലന്റ് ആയിരിക്കും. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷൻ. നമുക്ക് ഏതൊക്കെ മെത്തേഡ്സ് ആണ്, അതായത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പല മെത്തേഡ്സും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഓരോ ഫംഗ്ഷൻ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ആണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ടേമിൽ തന്നെയുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റഗ്രൽസ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. സോ ഫസ്റ്റ് കേസിൽ ലെറ്റ് I is equal to integral f of x dx. If we substitute x equal to phi of z, then dx എന്തായിരിക്കും? xന് phi of z കൊടുക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ LHSലും RHSലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ dx എന്തായിരിക്കും? phi dash of z into dz ആണ്. ഈ phi dash ഉദ്ദേശിക്കുന്നത് എന്താ? d phi, അതായത് d phi divided by d നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഏതാണോ ചെയ്യണേ അതാണ് എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ശരിക്കും phi dash of z എന്ന് പറയുന്നത് phi of z നെ വിത്ത് റെസ്പെക്ട് ടു x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോറി, വിത്ത് റെസ്പെക്ട് ടു x ആണ് phi dash എന്ന് ഉദ്ദേശിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ phi dash of z എന്ന് എഴുതുന്നത്. എന്നിട്ട് ഇൻറ്റു dz എഴുതാൻ മറക്കരുത്. ഓക്കെ. സോ x equal to phi of z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് LHSലും RHSലും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ dx എന്താവും? phi dash of z into dz ആണ് വരും. ക്ലിയർ ആയി? അപ്പോൾ നമ്മുടെ ഇന്റഗ്രൽ എന്തായിട്ട് ട്രാൻസ്ഫോംഡ് ആവും? നമ്മൾ ആദ്യം I is equal to integral f of x dx അല്ല എഴുതിയത്. അപ്പോൾ ഇനി നമ്മൾ അത് റീപ്ലേസ് ചെയ്യേണ്ടത് I is equal to integral f of x ന് പകരം phi of z ആണ് വരിക. ദെൻ നമ്മൾ dx ന് പകരം phi dash of z into dz. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വേറൊരു വേരിയബിളിന്റെ ടേംസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഓക്കെ. ഇനി അതിൽ ഇന്റഗ്രൽസ് കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഇന്റഗ്രൽ f of ax plus b dx. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കണം? അതായത് LHSൽ സപ്പോസ് എ ഫംഗ്ഷൻ ഓഫ് ax plus b, അതായത് ax plus b ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ax plus bക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, പുതിയ വേരിയബിൾ. ഇവിടെ നോർമലി എല്ലാത്തിലും t ആണ് കോമൺ ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏത് വേരിയബിൾ വേണമെങ്കിൽ കൊടുക്കാം. റീപ്ലേസ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി ഇൻ ടേംസ് ഓഫ് ദാറ്റ് വേരിയബിൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. സോ ഇവിടെ f of ax plus b dx ആണ് തന്നിരിക്കണമെങ്കിൽ ആ ax plus bക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക t.
ഇനി നെക്സ്റ്റ് വൺ ഇന്റഗ്രൽ എഫ് ഓഫ് ഫൈ ഓഫ് എക്സ് ഫൈ ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫൈ ഓഫ് എക്സിന് ടി കൊടുക്കുക. ക്ലിയർ ആയോ? എഫ് ഓഫ് ഫൈ ഓഫ് എക്സ്, എഫ് എന്ന് പറയുന്നത് ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യണോ. ഫൈ ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ഒരു മൾട്ടിപ്പിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് എക്സിന് ടി കൊടുക്കുക. നെക്സ്റ്റ് വൺ ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അങ്ങനെ ഒരു ടേം, അതായത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണെങ്കിൽ, ഈ ഒരു ഫോമിലാണെങ്കിൽ അവിടെ എഫ് ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടി. നെക്സ്റ്റ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ഡി എക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? എഫ് ഓഫ് എക്സിന് ടി കൊടുക്കുക. എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് വന്നാൽ എഫ് ഓഫ് എക്സിന് ടി കൊടുക്കുക. ഇനി സം ഇമ്പോർട്ടൻറ്റ് ഇന്റഗ്രൽസ് ഇൻവോൾവിംഗ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആർ ആസ് ഫോളോസ്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഇതേപോലെ ഇമ്പോർട്ടൻറ്റ് ഇന്റഗ്രൽസ്, നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇന്റഗ്രൽസ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് log sec x plus t. Integral tan x dx is equal to log sec x plus c. Second one, integral cot x dx is equal to log sin x plus c. Cot x വരുമ്പോ log sin x plus c. Next one, integral sec x dx നെ log of sec x plus tan x plus c എന്ന് എഴുതാം. അതായത് integral sec x dx നെ log of sec x plus tan x plus c. Fourth one, integral cosec x dx നെ log of cosec x minus cot x plus c. Okay, ഒന്നുകൂടി പറയാം. Integral cosec x dx എന്ന് പറയുന്നത് log of cosec x minus cot x plus c. It can also be written as log of tan x by 2 plus c. Clear ആയോ? അപ്പോൾ നമുക്ക് ഏത് ഫംഗ്ഷന്റെ ടേംസിൽ എഴുതണം അത് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്യാം. log of tan x by 2 plus c. നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് ജസ്റ്റ് ഒരു സബ് ടോപ്പിക് ആണ്, നെക്സ്റ്റ് ടൈപ്പ് അല്ല. ഇന്റഗ്രേഷൻ യൂസിങ് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ്. അപ്പോൾ നമ്മൾ ഇന്റഗ്രേഷനിൽ ഇതേപോലെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്യുന്ന ടൈപ്സ് ആണ് പറയുന്നത്. ഇന്റഗ്രൽ ഓഫ് സൈൻ റേസ് ടു എം എക്സ് കോസ് റേസ് ടു എൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം, അപ്പോൾ സൈനിന്റെയും കോസിന്റെയും ജനറൽ ആയിട്ട് പവർ എമ്മും, സൈനിന്റെ പവർ എമ്മും കോസിന്റെ പവർ എൻ ആയിട്ട് ജനറലി ഡിനോട്ട് ചെയ്തിരിക്കുകയാണ്. എം ആൻഡ് എൻ എന്ന് പറയുന്നത് ഇൻഡിജേഴ്സ് ആണ്. ഓക്കെ, ഇപ്പൊ ഇതിൽ മൂന്ന് കേസസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. കേസ് 1, ഇഫ് പവർ ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇസ് എൻ ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ ദെൻ അപ്ലൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു സൈൻ എക്സ് ഈക്വൽ ടു ടി. അതായത് കോസ് എക്സ് ഈക്വൽ ടു ടി, സൈൻ എക്സ് ഈക്വൽ ടു ടി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അതായത് സൈനിന്റെയും കോസിന്റെയും പവർ എന്ന് പറയുന്നത് ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ കൊടുക്കേണ്ടത്? കോസ് എക്സ് ഇക്വൽ ടു ടി ഇൻറ്റു സൈൻ എക്സ് ഇക്വൽ ടു ടി. ഓക്കെ, ഇപ്പോൾ രണ്ട് ടി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. കേസ് 2 എന്ന് പറയുന്നത് ഇഫ് എം പ്ലസ് എൻ ഇസ് എൻ ഈവൺ ഇൻറ്റിജർ, അതായത് ഈവൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ, നേരത്തെ പറഞ്ഞത് ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. കേസ് 2 നമ്മൾ പറയുന്നത് എം പ്ലസ് എൻ എന്ന് പറയുന്നത് ഈവൺ നെഗറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ ദെൻ അപ്ലൈ ടാൻ എക്സ് ഇക്വൽ ടു ടി. അങ്ങനെയാവുമ്പോൾ ടാൻ എക്സിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ടി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ, കേസ് 3 ഇഫ് എം ആൻഡ് എൻ ആർ നോൺ നെഗറ്റീവ് ഈവൺ ഇൻറ്റിജേഴ്സ്. എമ്മും എന്നും നോൺ നെഗറ്റീവ് ഈവൺ ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൈൻ സ്ക്വയർ എക്സ് ഇക്വൽ ടു, ഇത് ജസ്റ്റ് ഞാൻ ഒന്നും കൂടി ഇവിടെ എഴുതി തരാം ക്ലിയർ അല്ലെങ്കിൽ, സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x ഹോൾ ബൈ 2. അതേപോലെ കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2x ഹോൾ ബൈ 2. ക്ലിയർ ആയി? ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക. അതായത് ഒന്നുകൂടി 3 കേസ് നമുക്ക് നോക്കാം. കേസ് 1 എന്ന് പറയുന്നത് സൈൻ എക്സും കോസ് എക്സിന്റെയും പവർ എന്ന് പറയുന്നത് ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ കോസ് എക്സ് ഇക്വൽ ടു ടി, സൈൻ എക്സ് ഇക്വൽ ടു ടി, അങ്ങനെ വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇനി എം പ്ലസ് എൻ എന്ന് പറയുന്നത് ഈവൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ ടാൻ എക്സിന് ടി കൊടുക്കുക. ഇനി എം ആൻഡ് എൻ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ഈവൺ ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ സൈൻ സ്ക്വയർ എക്സിന് 1 മൈനസ് കോസ് 2x ഹോൾ ബൈ 2 കൊടുക്കുക. കോസ് സ്ക്വയർ എക്സിന് 1 പ്ലസ് കോസ് 2x ഹോൾ ബൈ 2 കൊടുക്കുക. നെക്സ്റ്റ് സം സ്പെഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻസ്, അതായത് ചില സ്പെസിഫിക് ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഓരോന്നിനും സ്പെഷ്യൽ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ടേ നോക്കാം. ഇപ്പോൾ ഫംഗ്ഷൻസ് സപ്പോസ് ഇറ്റ് ഈസ് ഓഫ് ദ ടൈപ്പ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പോൾ ഇന്റഗ്രലിനുള്ളിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വന്നു വിചാരിക്കാം. അവിടെ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എക്സിന് എ സൈൻ തീറ്റ കൊടുക്കാം, അല്ലെങ്കിൽ എ കോസ് തീറ്റ കൊടുക്കാം. ഓക്കെ, ഒന്നെങ്കിൽ എ സൈൻ തീറ്റ കൊടുക്കാം ഓർ എ കോസ് തീറ്റ കൊടുക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ എക്സ് ഇക്വൽ ടു എ സൈൻ തീറ്റ ഓർ എക്സ് ഇക്വൽ ടു എ കോസ് തീറ്റ. നെക്സ്റ്റ് കേസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സിന് നമ്മൾ കൊടുക്കേണ്ടത് എ ടാൻ തീറ്റ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എ കോട്ട് തീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, എ ടാൻ തീറ്റ ഓർ എ കോട്ട് തീറ്റ. ഇനി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈൻ ആണ് റൂട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അങ്ങനെ വരുമ്പോൾ എക്സ് ഈക്വൽ ടു എ സീക് തീറ്റ അല്ലെങ്കിൽ എ കോസീക് തീറ്റ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ആൻഡ് തേർഡ് കേസ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പമാണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എ സീക് തീറ്റ കൊടുക്കുക, അല്ലെങ്കിൽ എ കോസീക് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ബൈ എ പ്ലസ് എക്സ്, അല്ലെങ്കിൽ നേരെ തിരിച്ച് റൂട്ട് ഓഫ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് ഫോം വന്നു കഴിഞ്ഞാൽ അവിടെ എക്സിന് എ കോസ് 2 തീറ്റ കൊടുക്കാം. ഓക്കെ, എക്സ് ഈക്വൽ ടു എ കോസ് 2 തീറ്റ. നെക്സ്റ്റ് കേസ് റൂട്ട് ഓഫ് എക്സ് ബൈ എ മൈനസ് എക്സ് ഓർ റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ബൈ എക്സ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഓപ്പോസിറ്റ് കേസ് വന്നാലും നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എക്സ് ഈക്വൽ ടു എ സൈൻ സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ എ കോസ് സ്ക്വയർ തീറ്റ. എക്സ് ഈക്വൽ ടു എ സൈൻ സ്ക്വയർ തീറ്റ ഓർ എ കോസ് സ്ക്വയർ തീറ്റ. നെക്സ്റ്റ് വൺ റൂട്ട് ഓഫ് എക്സ് ബൈ എ പ്ലസ് എക്സ് അല്ലെങ്കിൽ എ പ്ലസ് എക്സ് ബൈ എക്സ്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ മൈനസ് ആണ് വന്നത്, ഇവിടെ പ്ലസ് ആണ് വന്നത്. അവിടെ ആവുമ്പോൾ എക്സ് ഈക്വൽ ടു എ ടാൻ സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ എ കോട്ട് സ്ക്വയർ തീറ്റ. എ ടാൻ സ്ക്വയർ തീറ്റ ഓർ എ കോട്ട് സ്ക്വയർ തീറ്റ. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ബൈ എക്സ് മൈനസ് ബി അല്ലെങ്കിൽ റൂട്ട് ഓഫ് എക്സ് മൈനസ് ബി ബൈ എ മൈനസ് എക്സ്. ഇവിടെ ഡിനോമിനേറ്റർ എ മൈനസ് എക്സ് ആണ്. അല്ലെങ്കിൽ റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ഇൻറ്റു, ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആയിട്ട് വന്നാലും റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് ബി വന്നാലും ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എക്സ് ഈക്വൽ ടു എ ടാൻ സ്ക്വയർ തീറ്റ. അത് സെയിം തന്നെ എക്സ് ഈക്വൽ ടു എ ടാൻ സ്ക്വയർ തീറ്റ ഓർ എ കോട്ട് സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് അറിഞ്ഞിരിക്കാം. നമുക്കപ്പോൾ ഇൻ്റഗ്രൽസിൽ ഏത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇൻ്റഗ്രൽസ് ഓഫ് സം പെർട്ടിക്കുലർ ഫംഗ്ഷൻസ്. Integral dx by root of a square minus x square is equal to sin inverse x by a plus c. Okay, integral dx by root of a square minus x square ഫോം വന്നു കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്യേണ്ടത് sin inverse x by a ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് വൺ ഇന്റഗ്രൽ dx by root of x square minus a square. ഇതിന്റെ ജസ്റ്റ് ഈ a square and x square ഓർഡർ റിവേഴ്സ് ആണ്. അങ്ങനെ വരുമ്പോൾ ln of log of x plus root of x square minus a square. log of x plus root of x square minus a square ന്റെ മോഡുലസ് വാല്യൂ. നെക്സ്റ്റ് എപ്പോഴും ലോഗ് എടുക്കുമ്പോൾ ലോഗിന്റെ ഉള്ളിൽ ആ മോഡുലസ് നമ്മൾ എന്താണ് ഫംഗ്ഷൻ എടുക്കുക അതിന്റെ മോഡുലസ് വാല്യൂ ആണ് കൺസിഡർ ചെയ്യുക. ഇന്റഗ്രൽ dx by root of x square plus a square എന്ന് പറയുന്നത് ln മോഡുലസ് ഓഫ് x plus root of x square plus a square. ഇവിടെ ഇപ്പോൾ പ്ലസ് ആവുമ്പോൾ ഇവിടെയും പ്ലസ് ആണ് വരുന്നത്. നേരത്തെ മൈനസ് ആയിരുന്നു, സോ മൈനസ് ആയിരുന്നു. നെക്സ്റ്റ് വൺ ഇന്റഗ്രൽ 1 by a square plus x square dx വന്നു കഴിഞ്ഞാൽ 1 by a tan inverse x by, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഫംഗ്ഷൻസ് ആണ്. ഇന്റഗ്രൽ 1 by a square plus x square dx എന്ന് പറയുന്നത് 1 by a tan inverse x by a. ഇപ്പോൾ സപ്പോസ് ചില കേസിൽ ഇവിടെ a വരാറുണ്ട്. ഓക്കെ, അങ്ങനെ a വരുമ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി 1 by a യുടെ ആവശ്യമില്ല. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ആക്ച്വലി അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. സപ്പോസ് എ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ 1 by a ചെയ്താലും ആ എയും എയും ക്യാൻസൽ ആയി പോകും. നിങ്ങളിപ്പോൾ കൊടുത്താലും 1 by a tan inverse x by a കൊടുത്താലും ഓൾറെഡി ഒരു a ഇവിടെ ഉണ്ടല്ലോ LHSൽ. അപ്പോൾ ആ a ഔട്ട്സൈഡ് എടുത്തിട്ടാണ് നമ്മൾ സാധാരണ 1 by a square plus x square dx എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷന്, അതായത് അതിന്റെ ഫോർമുല ഏതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1 by a tan inverse x by a ആണ് അല്ലേ. സോ ഇവിടെ a ഓൾറെഡി ഔട്ട്സൈഡ് ഉണ്ട്. ആ എയും എയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ tan inverse x by വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ ന്യൂമറേറ്ററിൽ a ഉണ്ടെങ്കിൽ tan inverse x by a എന്ന ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. അല്ലാതെ കൺഫ്യൂസിംഗ് ആണെങ്കിൽ എപ്പോഴും ഇതേ ഒരു ടൈപ്പ് തന്നെ പഠിച്ചു വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സപ്പോസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയി പൊക്കോളൂ. നെക്സ്റ്റ് ഇന്റഗ്രൽ 1 by a square plus x square dx ഫോം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 by tan inverse x by a എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. ഇനി ആ a square plus x square എന്നുള്ളത് മൈനസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1 by 2a ln മോഡുലസ് ഓഫ് a plus x by a minus x. അപ്പോൾ ചെറിയൊരു വേരിയേഷൻ ആണ് ഡിനോമിനേറ്ററിൽ, പക്ഷേ ഫോർമുല എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. 1 by 2a ln of a plus x by a minus x.
ഇന്റഗ്രൽ 1/x square minus a square dx വന്നു കഴിഞ്ഞാൽ 1/2a. ഇപ്പോൾ x square minus a square ആണ്. അതായത് മൈനസ് സൈൻ വന്നു കഴിഞ്ഞാലാണ് ഈ രണ്ട് ഫോർമുല യൂസ് ചെയ്യേണ്ടത്. പ്ലസ് ആകുമ്പോൾ 1/8 tan inverse x by a, മൈനസ് സൈൻ വന്നു കഴിഞ്ഞാൽ a square minus x square വന്നു കഴിഞ്ഞാൽ 1/2a ln a plus x by a minus x യൂസ് ചെയ്യാം. ഇനി 1/x square minus a square വന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണെങ്കിൽ 1/2a ln x minus a by x plus a. ഓക്കെ, x minus a by x plus a അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇന്റഗ്രൽ റൂട്ട് ഓഫ് a square minus x square dx ഫോം വന്നു കഴിഞ്ഞാൽ x/2 into root of a square minus x square plus a square by 2 sin inverse x by a. Okay, integral root of a square minus x square dx എന്ന് പറയുന്നത് x/2 root of a square minus x square plus a square by 2 sin inverse x by a. നെക്സ്റ്റ് ഇവിടെ പ്ലസ് വന്നു കഴിഞ്ഞാൽ റൂട്ടിൻ്റെ ഉള്ളിൽ പ്ലസ് ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് വന്നു കഴിഞ്ഞാൽ x/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആസ് യൂഷ്വൽ സെയിം പ്ലസ് എ സ്ക്വയർ ബൈ 2. ഇനി സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്ക് പകരം എന്താ വരിക? ln ഓഫ് മോഡ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതേപോലെ തന്നെ ഇനി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ x/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ln modulus of x plus root of x square minus a square. കമ്പയർ ചെയ്ത് പഠിക്കുക ഈ മൂന്നെണ്ണം. നെക്സ്റ്റ് വൺ, ഈ രണ്ട് സ്പെഷ്യൽ കേസസ് ഇത് കോമൺ ആയിട്ട് വരുന്നതാണ്. ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഫോം വന്നു കഴിഞ്ഞാൽ ഇപ്പം നോർമലി നമുക്ക് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് അതിൽ കുറേ സ്റ്റെപ്സ് ഒക്കെ വരും, കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ അത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ഡയറക്റ്റ് ഫോർമുല അവൈലബിൾ ആണ്. ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് sin bx dx എന്ന് പറയുന്നത് e raised to ax by a square plus b square into a sin bx minus b cos bx plus c. ഇതിൽ ഒരെണ്ണം പഠിച്ചു വെക്കുക, അടുത്തത് അത് കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. അതേപോലെ ഇന്റഗ്രൽ e raised to ax cos bx വന്നു കഴിഞ്ഞാൽ ഈ ടേം സെയിം ആണ്. ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സെയിം ആണ്. ബ്രാക്കറ്റിനുള്ളിലത്തെ ടേമിൽ മൈനസ് എന്നുള്ളത് ഇവിടെ പ്ലസ് ആവും. പിന്നെ എയോടൊപ്പം വരുന്ന ടേം അത് ജസ്റ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യണം, അതായത് ജസ്റ്റ് ഓർഡർ റിവേഴ്സ് ചെയ്യണം. എയോടൊപ്പം കോസ് ബി എക്സ് വരും, ബിയോടൊപ്പം സൈൻ ബി എക്സ് വരും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് മെത്തേഡ് ആണ് ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ അതിൽ സ്പെഷ്യൽ ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഏതിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു ടേബിൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏതൊക്കെ ടൈപ്സ് വരുമ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതായത് ഇതിൽ ഫസ്റ്റ് കേസ് ആണ് px plus q divided by x minus a into x minus b എന്ന് പറയുന്നത്. സോ ഇതിൽ a not equal to b ആയിരിക്കണം. അതായത് px plus q ആണ് ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് x minus a into x minus b. ഈ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ടത് a divided by x minus a. ഇപ്പോൾ താഴെ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് x minus a, x minus b രണ്ട് ടേംസ് അല്ലേ. സോ അതിന് സെപ്പറേറ്റ് ആയിട്ട് a by x minus a അത് x minus a യുടെ ടേം പ്ലസ് b by x minus b. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് px plus q divided by x minus a whole square. അതായത് x minus a രണ്ട് തവണ വന്നു, റിപ്പീറ്റഡ് ആയിട്ട് വന്നു, ഒരേ ഫാക്ടർ അല്ലെ. സോ ആ കേസിൽ നമ്മൾ a by x minus a ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കുക പ്ലസ് b by x minus a whole square എടുക്കാം. സപ്പോസ് ക്യൂബ് ആണെങ്കിലോ നെക്സ്റ്റ് ടേം ഒരു പ്ലസ് c by x minus a whole cube വരണം. അപ്പോൾ എത്ര ടേംസ് ഉണ്ടോ അതനുസരിച്ചിട്ടുള്ള ടേംസ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ടൈപ്പ് ആണ് px സ്ക്വയർ പ്ലസ് qx പ്ലസ് r. അതായത് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഫോം ആണ്, ഡിവൈഡഡ് ബൈ x മൈനസ് a ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി. അപ്പോൾ ഇതിൽ ഡിനോമിനേറ്ററിൽ രണ്ട് ഫാക്ടേഴ്സ് ആണെങ്കിൽ രണ്ട് ടേംസ് അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇവിടെ px സ്ക്വയർ പ്ലസ് qx പ്ലസ് r മോളിൽ ക്വാഡ്രാറ്റിക് വന്നാൽ നമ്മൾ നോർമലി താഴെ മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ആ മൂന്ന് ഫാക്ടേഴ്സിന് കറസ്പോണ്ടിങ് മൂന്ന് ടേംസ് a by x minus a പ്ലസ് b by x minus b പ്ലസ് c by x minus c. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് px സ്ക്വയർ പ്ലസ് qx പ്ലസ് r ന്യൂമറേറ്റർ ആ ഒരു ഫോം ഡിവൈഡഡ് ബൈ x മൈനസ് a ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ബി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ രണ്ട് കേസസും ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അതായത് എക്സ് മൈനസ് a ഹോൾ സ്ക്വയർ വന്നതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് രണ്ട് ടേംസ് വരും. ഒന്ന് ഒറ്റ ടേം ആയിട്ടുള്ളത്, പിന്നെ റിപ്പീറ്റഡ് ടേം ആയിട്ടുള്ളത് അല്ലെ. ഒന്ന് എക്സ് മൈനസ് എയുടെ ടേം a by x minus a. നെക്സ്റ്റ് വൺ എക്സ് മൈനസ് a ഹോൾ സ്ക്വയർ റിപ്പീറ്റഡ് വന്നതുകൊണ്ട് b by x minus a ഹോൾ സ്ക്വയർ പ്ലസ് ലാസ്റ്റ് ടേം എന്താ എക്സ് മൈനസ് ബിക്ക് കറസ്പോണ്ടിങ് c by x minus b. നെക്സ്റ്റ് വൺ px സ്ക്വയർ പ്ലസ് qx പ്ലസ് r ഡിവൈഡഡ് ബൈ x മൈനസ് a ഇൻറ്റു
ഇവിടുത്തെ ഒരു ടേം സ്പെസിഫിക് ആണ്, അതായത് x² + bx + c ഒരു ക്വാഡ്രാറ്റിക് ഫോം, അതായത് ആ ഒരു ടേമിനെ നമുക്ക് ഇനിയും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് x² + bx + c cannot be factorized further. ക്ലിയർ ആയി? അപ്പോൾ അങ്ങനെ ഒരു ടേം ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പാർഷ്യൽ ഫ്രാക്ഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ടേം ഏതാണ്? ഫസ്റ്റ് നമ്മൾ x - a ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് a/x - a എഴുതി അല്ലെ. നെക്സ്റ്റ് കേസ് x² + bx + c, ആ ടേമിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിന്റെ ന്യൂമറേറ്ററിലെ ടേം പാർഷ്യൽ ഫ്രാക്ഷനിൽ എടുക്കേണ്ടത് bx + c ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. bx + c, അതായത് താഴത്തെ ടേം എന്ന് പറയുന്നത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ടേം ആണെങ്കിൽ ന്യൂമറേറ്ററിൽ നമ്മൾ എങ്ങനെ എടുക്കേണ്ടത്? ഇപ്പൊ സപ്പോസ് a യും b ആണെങ്കിൽ ax + b വരും, അല്ല b യും c ആണെങ്കിൽ bx + c. ക്ലിയർ ആയല്ലോ? തേർഡ് ടൈപ്പ് ആണ്, തേർഡ് മെത്തേഡ് ആണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഈ 3 മെത്തേഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പൊ അതിൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇന്റഗ്രലിന്റെ ഉള്ളിൽ പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് വരികയാണ്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സെയിം വേരിയബിൾ. അപ്പൊ ഇന്റഗ്രൽ f(x) * g(x) dx വന്നു കഴിഞ്ഞാൽ നോർമലി നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും അതെങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ f(x) * integral of g(x) dx minus integral of f' എന്ന് ഉദ്ദേശിക്കുന്നത് ഡെറിവേറ്റീവ് ഓഫ് f(x) ആണ്, അതായത് d/dx of f(x). ഈ f' ഉദ്ദേശിക്കുന്നത് എന്താ? f" എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡെറിവേറ്റീവ്സിന്റെ ഓർഡർ ആണ് കേട്ടോ. ഡാഷ് വരുമ്പോൾ ജസ്റ്റ് ഒരു സിംഗിൾ ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഡബിൾ ഡാഷ് ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആൻഡ് ഗോസ് ഓൺ. അപ്പൊ f'(x), അതായത് ഇന്റഗ്രൽ ഓഫ് f'(x) ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് g(x) dx. ഇനി ഹോൾ dx, ഈ dx എന്ന് പറയുന്നത് ഈ ഇവിടെ ഒരു ഇന്റഗ്രൽ ഇല്ലേ, ആ ഇന്റഗ്രലിന്റെ dx ആണ്. ഓക്കെ, സോ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോണത് അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പോൾ സപ്പോസ് f(x) എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂൾ ഉണ്ട്, ഐ ലേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ഓർത്ത് വെക്കാനുള്ള ഒരു കോഡാണ് ഐ ലേറ്റ്. അതിൽ ഐ സ്റ്റാൻഡ്സ് ഫോർ ഓരോ ടേംസിനും ഏതൊക്കെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞുതരാം. ഐ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, എൽ ലോഗരിതമിക് ഫംഗ്ഷൻ, എ ആൾജിബ്രൈക് ഫംഗ്ഷൻ, ടി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആൻഡ് ഇ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ് എക്സെട്ര അല്ലെ. ഇനി ലോഗരിതമിക് ഫംഗ്ഷൻ നമുക്കറിയാലോ, ലോഗ് ടേംസ് വരുന്നത്. നെക്സ്റ്റ് വൺ ആൾജിബ്രൈക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൾജിബ്രൈക് എക്സ്പ്രഷൻസ്, ഇപ്പോൾ x² + 2x അല്ലെങ്കിൽ x + 2x അങ്ങനെ ഓരോ ആൾജിബ്രൈക് ടേംസ്. നെക്സ്റ്റ് വൺ ട്രിഗ്നോമെട്രിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം sin x, cos x എക്സെട്ര അല്ലെ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും നമുക്കറിയാം e⁻²x അല്ലെങ്കിൽ e⁻x + 2x അങ്ങനെ. ഓക്കെ, ആ ടേംസ്. സോ ഇവിടെ നമ്മൾ ഈ കറക്റ്റ് ഓർഡറിൽ ഇപ്പൊ ഐ കഴിഞ്ഞ എൽ കഴിഞ്ഞ എ കഴിഞ്ഞ ടി കഴിഞ്ഞ ഇ, ആ കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സിൽ ഫംഗ്ഷൻ ഏത് ഫംഗ്ഷനാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടതെന്ന് ചൂസ് ചെയ്യും. സപ്പോസ് ഇപ്പോൾ ഇവിടെ ഒരു കേസിൽ ഈ f(x) * g(x) ഇപ്പോൾ e⁻x * sin x ആണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഒരു എക്സ്പോണൻഷ്യൽ ഉണ്ട്, ഒരു ട്രിഗ്നോമെട്രിക് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഐ ലേറ്റ് ചെക്ക് ചെയ്യാം. അതിൽ ഇതിപ്പോൾ എക്സ്പോണൻഷ്യലും ഇത് ട്രിഗ്നോമെട്രിക്കും. ഇ ആണോ ടി ആണോ ഫസ്റ്റ് വരുന്നത്? ടി ആണ് ഫസ്റ്റ് വരുന്നത്. സോ ടി അതായത് sin x നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ എക്സ്പോണൻഷ്യൽ എന്താണ്? സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്റഗ്രൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ dx എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ ഇന്റഗ്രൽ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും dx എഴുതും. ഇനി മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, അതായത് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ പറയുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡാഷ് എന്ന് ഞാൻ എഴുതുന്നത് ഡെറിവേറ്റീവ് ആണ്. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ക്ലിയർ ആയോ? dx, ഇവിടെ ഒരു dx ഉണ്ട്, പിന്നെ വേറൊരു dx എന്ന് പറയുന്നത് ഈ മെയിൻ ഇന്റഗ്രലിന്റെ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ് സെക്കൻഡ് ഫംഗ്ഷൻ ഏതാണെന്ന് ചൂസ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഐ ലേറ്റ് റൂൾ വെച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ ഇതുപോലെ ചെയ്യാൻ പറ്റും. താങ്ക് യു.